ഇന്ന് നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഉടുപ്പി സാമ്പാറാണ്. അപ്പോൾ ഉടുപ്പി സാമ്പാർ കഴിച്ചവർക്കറിയാം അതിൻ്റെ ടേസ്റ്റ് അത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊരു ടിഫിൻ സാമ്പാറാണ്. അപ്പോൾ ടിഫിനിലൊക്കെ കൊടുത്തുവിടാൻ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. അതുപോലെ തന്നെ നല്ല രുചിയാണ്. അപ്പോൾ ഈ ഒരു ഉടുപ്പി സാമ്പാറിനെന്ന് പറയുന്നത് തന്നെ കഴിച്ചവർക്കറിയാം അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അതുപോലെ തന്നെ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇത് നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റായിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് പരിപ്പ് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പിൻ്റെ അളവ് കൂടുതൽ എടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ കറിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ മസൂർ ദാലാണ് എടുത്തത്, നമ്മൾ ചുവന്ന പരിപ്പ്. ഞാനിത് ഏകദേശം ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചിട്ടാണ് എടുത്തത്. പിന്നെ ടൈം ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊന്നും കുതിർത്താൽ മതി കേട്ടോ. കുതിർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു വിസിൽ വരുന്ന സമയം കൊണ്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടും. ഇത് വെന്ത് അടിഞ്ഞ് കിട്ടണം, എന്നാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തത് ഒരു മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, അതുപോലെ റാഡിഷ് എടുത്തിട്ടുണ്ട്, നമ്മളെ മുള്ളങ്കി എന്ന് പറയുന്നത് ഒരു കഷ്ണം ഇതെല്ലാം എടുത്തത് കേട്ടോ. അതുപോലെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളെ ബോട്ടിൽ ഗാർഡ് ഉണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട്, ചുരക്ക എന്ന് പറയുന്നത്. പിന്നെ ഒരു 3-4 പച്ചമുളക്, തക്കാളി, ഉരുളക്കിഴങ്ങ്, പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ മത്തൻ്റെ പീസ് കിട്ടുമെങ്കിൽ അതുണ്ടെങ്കിൽ കറിക്ക് കുറച്ച് ചെറിയൊരു മധുരം ഉണ്ടാവും കേട്ടോ, നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ മുള്ളങ്കി ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് സാമ്പാറിന്, അതൊരിക്കലും ഒഴിവാക്കരുത്. ഇനി നമുക്ക് പരിപ്പ് ചേർത്തതിലേക്ക് തന്നെ പച്ചക്കറികൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ, എല്ലാം ഒരുമിച്ചിട്ട് തന്നെ ചേർക്കുന്നത്. പിന്നെ വഴുതിനിങ്ങ വേണമെങ്കിൽ ഇങ്ങക്ക് എടുക്കാം. അതുപോലെ തക്കാളിയും പിന്നെ വെണ്ടയ്ക്കയും നമ്മൾ പിന്നെ ലാസ്റ്റോടെ ചേർക്കുന്നില്ലേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വേവിച്ച് കൊണ്ടുവരാം. ഒറ്റ വിസിൽ മാത്രം മതിയാകുക. പരിപ്പും കഷ്ണങ്ങളും എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. വെന്ത് അടിഞ്ഞു പോലെ കേട്ടോ കഷ്ണങ്ങൾ, എന്നാലും പരിപ്പ് നല്ല പോലെ തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും, കാരണം നമ്മളിത് കുതിർത്ത് വെച്ചതും കൂടിയാണ്. അതുപോലെ തന്നെ ഈ ചുവന്ന പരിപ്പിന് അധികം വേവൊന്നുമില്ല, സാധാരണ പരിപ്പ് പോലെയല്ല ഇത്, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ ഇതാ നമ്മൾ വെണ്ടക്ക സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് പിന്നെ ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്കുള്ള സാധനങ്ങൾ വറുക്കാൻ തുടങ്ങാം. ഈ ഒരു വറവിലാണ് നമ്മളെ ആ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഞാനൊരു 4-5 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. അത് മറ്റേ നല്ല കാശ്മീരി മുളകാണെങ്കിൽ കറിക്ക് നല്ലൊരു കളറും കിട്ടും കേട്ടോ. പിന്നെ ഒരു 2-3 കുഞ്ഞുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു 2-3 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കഷ്ണം ആക്കി ഞാൻ ചേർത്തതാണ്. ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതിലേക്കുള്ള മല്ലി ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടുള്ള മല്ലി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലി കുറച്ചധികം നിൽക്കണം കേട്ടോ, പക്ഷെ എന്നാൽ ഒരുപാട് എടുക്കാനും പാടില്ല, അതിൻ്റെ ഒരു കുത്തൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു 5-10 കുരുമുളക് മുഴുവനായിട്ടുള്ളതും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ജീരകമാണ്. സാധാരണ നമ്മൾ ക്യുമിൻ സീഡ് ഉണ്ടല്ലോ, നമ്മൾ നല്ല ജീരകം എന്ന് പറയുന്നത്, അത് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഒരുപാടങ്ങ് കൂടി പോകണ്ട കേട്ടോ, കറിക്ക് ഭയങ്കര കയ്പ്പ് രസം അതിൻ്റെ ആ ഒരു ചൊവ്വയൊക്കെ മുന്നിട്ട് നിൽക്കും. കറക്റ്റ് അളവ് തന്നെ നിങ്ങൾ എടുക്കണേ, എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് കളറൊന്നും മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു നല്ലൊരു മണം വരും നമ്മളെ ഒരു ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂക്കുമ്പോൾ. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടിയും ചേർക്കുന്നുണ്ട്, എന്നാൽ മാത്രമേ സാമ്പാറിനൊരു പ്രത്യേക രുചി ഉണ്ടാവുള്ളൂ. ഇനി അതും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. നമ്മളിതിൽ സാമ്പാർ പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. ഇത് വെച്ച് തന്നെയാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ നമ്മളിനി അതും ചേർത്തിട്ട് ഇതാ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ സാധാരണ വറുത്തരച്ച കറി വെക്കുന്ന പോലെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കുറച്ച് കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ടുള്ള കായത്തിനേക്കാളും ഈ ഒരു കറിക്ക് ഇങ്ങനെ പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് തേങ്ങേൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ, അതായത് ഒന്ന് അതിൻ്റെ വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറുന്നവരെ മാത്രം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വറുത്തത് ഇത്രയും മതിയാകും. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതാ നമ്മളെ കഷ്ണങ്ങൾ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിതൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റി വെക്കുന്നത് കേട്ടോ, അതായത് നമ്മൾ ഈ ഒരു കുക്കറിൽ ഇതാവില്ല, കാരണം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാവും നമ്മൾ വെക്കുമ്പോൾ തന്നെ, കാരണം അത്യാവശ്യം കഷ്ണങ്ങളും പരിപ്പും ഒക്കെ ചേർന്നില്ല. അപ്പോൾ ഒരു വലിയ പാത്രം തന്നെ വേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഇതിലേക്കങ്ങ് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓൺ ആക്കാം നമുക്ക്. എന്നിട്ട് നേരത്തെ തണുത്ത ആ സാധനം ഉണ്ടല്ലോ നമ്മൾ തേങ്ങ വറുത്ത് വെച്ചത്, അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. അതുപോലെ ആവശ്യത്തിന് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് നേരത്തെ എടുത്ത് വെച്ച വെണ്ടയ്ക്ക ഉണ്ടല്ലോ, അത് കഷ്ണാക്കിയിട്ടും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയിലൊന്ന് വാട്ടിയിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പിന്നെ കുറച്ചും കൂടി ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം.
പിന്നെ ഇതുവരെ നമ്മളിതിൽ പുളി ചേർത്തിട്ടില്ല. ആദ്യമേ നമ്മൾ പുളി ചേർത്തിട്ട് കഷ്ണങ്ങൾ വേവിച്ച് കഴിഞ്ഞാൽ കഷ്ണങ്ങൾ വേവാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് കഷ്ണങ്ങൾ വേവിച്ചതിന് ശേഷം മാത്രമാണ് പുളി ചേർക്കുന്നത്. ഒരുപാടങ്ങ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലങ്ങനെ പുളിക്കുത്തങ്ങനെ മുന്നിട്ട് നിൽക്കുകയൊന്നുമില്ല. അത്യാവശ്യം മതി കേട്ടോ. പുളിയും മധുരമൊക്കെ ഒരു കറക്റ്റ് പാകത്തിനായിരിക്കും ഈ ഒരു ഉടുപ്പി സാമ്പാറിന് ഉണ്ടാകുക. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. അതിനുശേഷം നമ്മൾ ഒരു മധുരത്തിന് ചേർക്കുന്നത് ശർക്കരേൻ്റെ പൊടിയാണ്. എന്നാൽ ഒരുപാടങ്ങ് ചേർക്കുകയും ചെയ്യരുത്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടി ഇതുവരെ നമ്മളിത് ചേർത്തിട്ടില്ല. കാശ്മീരി മുളക് പൊടി ആട്ടോ ചേർക്കുന്നത്. അത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കളർ ഉണ്ടാകും. അതുപോലെ ഇനി വെള്ളം വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ തിളക്കും തോറും ഈ കറി ഇങ്ങനെ കട്ടിയായിക്കൊണ്ടേയിരിക്കും കേട്ടോ. നമ്മൾ പരിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു അര കപ്പോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ പരിപ്പ് ഇങ്ങനെ കുറുകി വരും തോറും നല്ല കട്ടിയായിട്ട് വരും. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് തിളപ്പിക്കണേ. അതുപോലെ തന്നെ നന്നായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ഇത് തിളപ്പിച്ചെടുക്കുകയും ചെയ്യണം. അതുപോലെ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത്തിരി മധുരത്തിൻ്റെ കുറവുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് മധുരവും പാടില്ല കേട്ടോ. നമ്മൾ ആ ഒരു എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കാനാണ് ഈ ഒരു മധുരം നമ്മൾ ചേർക്കുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ നോക്കി ചേർക്കുക. ഒരുപാട് മധുരം മുന്നിട്ട് നിൽക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ഉടുപ്പി സാമ്പാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതിന് ചെറിയൊരു മധുരം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടും കൂടിയാണ് നമ്മളിതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളച്ചിട്ട് കറി അത്യാവശ്യം പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ചേർക്കാം. അപ്പോൾ നമ്മളെ കറി ഇത് അത്യാവശ്യം നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാനുള്ളത്. അപ്പോൾ കായപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതിൽ കായത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അധികം അങ്ങനെ മുന്നിട്ട് നിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ വറുക്കുമ്പോൾ ചേർത്തല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാൻ മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ ഒരു നുള്ളു ജീരകം ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചതിലേക്ക് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂൺ നമ്മൾ മുളക് പൊടിയും കൂടിയും ചേർത്തിട്ടാണ് വറുത്തിടുന്നത്. മുളക് പൊടി ലാസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണേൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഈ ഒരു സമയത്ത് ലൂസായി തോന്നുമെങ്കിലും ഈ കറി ഒന്ന് കുറച്ച് തണുക്കുമ്പോൾ കുറച്ചും കൂടിയും കട്ടിയാവുക. അതുകൊണ്ട് നിങ്ങൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം ലൂസാക്കിയിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് 2-3 ദിവസം പിന്നെ കറി വെക്കേണ്ട ആവശ്യം പോലുമില്ല. കാരണം അത്രയും ഒരു സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകും. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ ഇതുപോലെ ഈ ഒരു സാമ്പാർ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു സാമ്പാർ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അതുപോലെ ചോറിൻ്റെ കൂടെയെന്ന് മാത്രമല്ല നമുക്കിത് ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടിഫിൻ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇതുവരെ ഇതുപോലെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്